Good morning, my dear students. Welcome back to SS class. Today we are going to learn about the abolition of slavery. Slavery means adimattam. Abolition of slavery means adimattam nirthalakkuka. What do you mean by slavery? Condition in which one human being was owned by another. Condition in which one human being was owned by another. അതായത് ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഉടമസ്ഥതയിലാകുന്ന അവസ്ഥയ്ക്കാണ് സ്ലേവറി എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളുടെ ഉടമസ്ഥതയിലായാൽ എന്തു വേണമെങ്കിലും ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് സ്ലേവറി എന്ന് പറയുന്നത്. കണ്ടീഷൻ ഇൻ വിച്ച് വൺ ഹ്യൂമൻ ബീയിങ് വാസ് ഓൺഡ് ബൈ അനദർ. വൺ ഓഫ് ദ മോസ്റ്റ് revolutionary social reforms of Jacobin regime was the abolition of slavery in the French Revolution. Most important revolutionary reform during the period of Jacobin regime. Jacobin regime means government. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കാരമായിരുന്നു അബോളിഷൻ ഓഫ് സ്ലേവറി, സ്ലേവറി നിർത്തലാക്കുക. വേർ ഇൻ ദ ഫ്രഞ്ച് കോളനീസിലെ അടിമത്തം ഇല്ലാതാക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് റെവല്യൂഷണറി റിഫോംസ് ഓഫ് ദ ജാക്കോബിൻ regime was the abolition of slavery in French colonies. The colonies in the Caribbean means is an island. Caribbean എന്ന് പറയുന്നത് island ആണ്. The French colonies in the Caribbean, Martinique, Guadeloupe and San Domingo. These are the important colonies in the കരീബിയൻ ഐലൻഡ്. കരീബിയൻ സീ ഉണ്ട്, അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്, ദ്വീപ സമൂഹങ്ങളുള്ളതാണ് കരീബിയൻ. അവിടെയാണ് ഫ്രഞ്ച് കോളനീസ് ഉണ്ടായിരുന്നത്. ദ ഫ്രഞ്ച് കോളനീസ് ഇൻ ദ കരീബിയൻ വെയർ മാർട്ടിനിക്, ഗ്വാഡലപ്പ് ആൻഡ് സാൻ ഡൊമിംഗോ. They were important suppliers of commodities such as tobacco, indigo, sugar and coffee. എന്നാൽ ആ കോളനീസിൽ നിന്ന് ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസ് ലൈക്ക് ഷുഗർ, ടീ, ഇൻഡിഗോ, ടുബാക്കോ മീൻസ് പുകയില. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലൊക്കെ ചായം മുക്കുന്ന ചെടിക്കാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. നീലം, പണ്ട് കാലത്ത് ഡ്രസ്സിലൊക്കെ നീലം മുക്കുമായിരുന്നു. ആ നീലം എടുക്കുന്ന ചെടിക്കാണ് നമ്മൾ ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ആ കോളനീസിൽ നിന്ന് സപ്ലൈ ചെയ്യുമായിരുന്നു. They were important suppliers of commodities such as tobacco, indigo, sugar and coffee. But the reluctance of Europeans to go and work in distant, unfamiliar lands meant a shortage of labor on the plantations. എന്നാൽ യൂറോപ്യൻസ് ആ ദ്വീപിൽ പോയി അല്ലെങ്കിൽ ആ കോളനീസിൽ പോയിട്ട് ജോലി ചെയ്യുവാനായിട്ട് വിസമ്മതിച്ചിരുന്നു, റിജക്റ്റ് ചെയ്തിരുന്നു. ഒന്നാമത് അറിയപ്പെടാത്ത ലാൻഡാണ്, അതുപോലെ തന്നെ
ദ്വീപാണ്. അതുകൊണ്ട് യൂറോപ്യൻസ് അങ്ങോട്ട് പോകാനായിട്ട് മടി കാണിച്ചിരുന്നു. സോ ദാറ്റ് ഇറ്റ് വിൽ ലെഡ് ടു ഷോർട്ടേജ് ഓഫ് ലേബർ ഓൺ പ്ലാന്റേഷൻ. അതുകൊണ്ട് പ്ലാന്റേഷൻ, തോട്ടം, ഈ ടീയും കോഫിയൊക്കെ കിട്ടുന്ന തോട്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. അവിടെ ലേബറേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഷോർട്ടേജ് ഓഫ് ലേബർ ഓൺ ദ പ്ലാന്റേഷൻ. In such a situation, this was met by triangular slave trade between Europe, Africa and America. To overcome this situation, slave trade exists in France. ആ സമയത്താണ് ലേബറിന്റെ ഷോർട്ടേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, കുറവായിരുന്നു, അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് slave trade introduced by Europe, Africa and America. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും എല്ലാം സ്ലേവ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അടിമ വ്യാപാരം അവരാരംഭിച്ചിരുന്നു. അടിമകളെ പൈസയ്ക്ക് വിൽക്കുമായിരുന്നു. അടിമ വ്യാപാരം, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി. Triangular slave trade between Europe, Africa and America. യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഇവർ ഒരു ലിങ്ക് ഉണ്ടാക്കി. ഇവർ തന്നെ 3 കൂട്ടരും കൂടെ ചേർന്നാണ് സ്ലേവ് ട്രേഡ് ആരംഭിച്ചിരുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ട്രയാങ്കുലർ സ്ലേവ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. സ്ലേവ് ട്രേഡ്, അടിമകളെ വ്യാപാരം ചെയ്യുക. സ്ലേവ് ട്രേഡ് മീൻസ് ദ ക്യാപ്ചറിങ്, സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് എൻസ്ലേവ്ഡ് പേഴ്സൺ. എൻസ്ലേവ്ഡ് അടിമയായിട്ടുള്ള വ്യക്തികളെ വാങ്ങുകയും പിടിക്കുക, അതുപോലെ തന്നെ ഇത് വിറ്റഴിക്കുക, അതുപോലെ തന്നെ വാങ്ങിക്കുക. ഈ പ്രോസസ്സിനെയാണ് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. സ്ലേവ് ട്രേഡ് മീൻസ് ദ ക്യാപ്ചറിങ്, സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് enslaved person. Enslaved means അടിമ. ആ ഒരു പ്രോസസ്സിനെയാണ് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. സ്ലേവ് ട്രേഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. The slave trade began in 17th century. 17ാം നൂറ്റാണ്ടിലാണ് സ്ലേവ് ട്രേഡ് ആരംഭിച്ചിരുന്നത്. French merchants sailed from the ports of Bordeaux or Nantes to African coast. ഫ്രാൻസിലെ മർച്ചൻസ്, വ്യാപാരികൾ traveled from the ports of Bordeaux and Nantes. അവർ ബോർഡക്സ്, നാൻസ് എന്ന് പറയുന്ന തുറമുഖങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് ആഫ്രിക്കൻ കോസ്റ്റ്, ആഫ്രിക്കയുടെ തീരത്തെത്തിച്ചേരുകയും where they bought slave from local chieftains. അവർ ലോക്കൽ chieftain means ലോക്കൽ ലീഡേഴ്സ്. ലോക്കൽ ലീഡേഴ്സിൽ നിന്ന് അവരെന്ത് ചെയ്തു? സ്ലേവിനെ വാങ്ങിച്ചു. ഫ്രഞ്ച് മർച്ചൻസ് sailed from ports of Bordeaux and Nantes to African coast where they bought slave from local chieftains. ലോക്കൽ ചീഫ്റ്റൈൻസിൽ നിന്ന്, അതായത് ലോക്കൽ ലീഡേഴ്സിൽ നിന്ന് അവർ സ്ലേവ്സിനെ വാങ്ങിച്ചിരുന്നു. ബ്രാൻഡഡ് ആൻഡ് ഷാക്കിൾഡ്. The slaves were packed tightly into ships for 3 months long voyages across the Atlantic to Caribbean. Branded means ഇരുമ്പ് തണ്ട് പഴുപ്പിച്ചിട്ട് കയ്യിൽ അടയാളം ഇടുക, കയ്യിലോ കാലിലോ ഒക്കെ അടയാളം ഇടുമായിരുന്നു. അതിനെയാണ് ബ്രാൻഡഡ് എന്ന് പറയുന്നത്. ഇരുമ്പ് ദണ്ടാണ് അത് തീയിൽ വെച്ച് നന്നായിട്ട് പഴുപ്പിച്ചിട്ട് സ്ലേവ്സിൻ്റെ കയ്യിലോ കാലിലോ ഒക്കെ അടയാളം ഇടുമായിരുന്നു. ബ്രാൻഡഡ്. ആൻഡ് ഷാക്കിൾഡ്. ഷാക്കിൾഡ് മീൻസ് ചങ്ങല, ചെയിൻ.
കാലും കൈയും അനക്കാതെ എങ്ങും പോകാതെ ഓടിപ്പോകാതൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. ബ്രാൻഡഡ് ആൻഡ് ഷാക്കിൾ, ദ സ്ലേവ്സ് വെയർ പാക്ഡ് ടൈറ്റ്ലി ഇൻടു ഷിപ്സ്. എന്നിട്ട് ഇവരെ കൊണ്ടുവരുന്നത് കപ്പലിനകത്ത് ടൈറ്റായിട്ട് പാക്ക് ചെയ്തതിന് ശേഷമാണ് കാലും കൈയും ഒന്നും അനക്കാതെ അങ്ങനെ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് ഷിപ്സിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. For 3 months long voyages across Atlantic to Caribbean. 3 മാസമൊക്കെ അറ്റ്ലാന്റിക്സിലൂടെ യാത്ര ചെയ്താണ് കരീബിയൻ ഐലൻഡിൽ എത്തിച്ചേരുന്നത്. Where they were sold to plantation owners. അവിടെ കൊണ്ടുവന്നതിന് ശേഷം പ്ലാന്റേഷൻ ഓണേഴ്സ്, തോട്ടം മുതലാളിമാർക്ക് ഈ സ്ലേവ്സിനെ വിൽക്കുമായിരുന്നു. The exploitation of slave labor made it possible to meet the growing demand in European markets for sugar, coffee and indigo. അങ്ങനെ ലേബറേഴ്സിനെ, സ്ലേവ് ലേബറിനെ കൊണ്ടുവരികയും അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ, ഷുഗർ, കോഫി ആൻഡ് ഇൻഡിഗോ ഇവയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഗ്രോയിങ് ദ ഡിമാൻഡ് ഇൻ യൂറോപ്യൻ മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റിൽ കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡിനെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഉൽപാദനവും വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിച്ചു. സിമിലർലി port cities like Bordeaux and Nantes owed their economic prosperity to flourishing slave trade. അങ്ങനെയാണ് ബോർഡക്സ്, നാൻസ് ഈ പോർട്സിൽ ഈ സ്ലേവ് ട്രേഡിലൂടെ ബിസിനസ് വളരെയധികം പുരോഗമിക്കുകയുണ്ടായി. എക്കണോമിക് പ്രോസ്പെരിറ്റി, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം അവർക്ക് ട്രേഡിൽ, വ്യാപാരത്തിൽ ഉണ്ടായിരുന്നു. Bordeaux and Nantes owned their economic prosperity through slave trade. Slave ട്രേഡിലൂടെയാണ് ഇവർക്ക് പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നത്. Throughout the 18th century, there was little criticism of slavery France. എന്നാൽ 18th സെഞ്ച്വറിയിൽ ഈ സ്ലേവറിയെ കുറിച്ചൊന്നും ആരും ഡിസ്കസ് ചെയ്തിരുന്നില്ല. The National Assembly held long debates about whether rights of man should be extended to all French subjects, including those in the colonies. എന്നാൽ after the formation of National Assembly രൂപീകരിച്ചതിന് ശേഷം they discussed about the situation of France. ഫ്രാൻസിന്റെ സിറ്റുവേഷനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തു. ഡിബേറ്റ്സ്, ചർച്ചകൾ നടത്തി. റൈറ്റ്സ് ഓഫ് മാൻ ഷുഡ് ബി എക്സ്റ്റെൻഡ് ടു ഫ്രഞ്ച് സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ കോളനീസ്. മാൻ്റെ റൈറ്റ്സിനെ കുറിച്ച് ചർച്ചകൾ നടത്തി. അതോടൊപ്പം തന്നെ ഫ്രാൻസിലുണ്ടാകുന്ന മറ്റ് വിഷയങ്ങളെക്കുറിച്ചും അവരെ ചർച്ചകൾ നടത്തിയിരുന്നു. അതിൽ ഉൾപ്പെട്ടതാണ് ഫ്രഞ്ച് കോളനീസിലുണ്ടായിരുന്ന സ്ലേവറിയെക്കുറിച്ച്. നാഷണൽ അസംബ്ലി തീരുമാനമെടുക്കുവാനായിട്ട് ആരംഭിച്ചു. But it did not pass any laws fearing opposition. Businessmen whose income depend on slave trade. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ലോസും അവർ പാസ്സാക്കിയില്ല. കാരണം ബിസിനസ്മെൻ ഡിപ്പെൻഡ് ഓൺ സ്ലേവ് ട്രേഡ്. ബിസിനസ്മെൻ്റെ ആശ്രയിച്ചിരിക്കുന്നത് സ്ലേവ് ട്രേഡിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അതിൽ പേടിച്ചുകൊണ്ടാണ് നാഷണൽ അസംബ്ലി യാതൊരു തീരുമാനവും എടുക്കാതിരുന്നത്. ഇറ്റ് വാസ് ഫൈനലി കൺവെൻഷൻ. What was convention? The new form of National Assembly. The convention, which in 1794 legislated to free all slaves, the French overseas possessions. എന്നാൽ 1794 നാഷണൽ അസംബ്ലി എല്ലാ സ്ലേവ്സിനെയും ഫ്രീ ആക്കിയിരുന്നു. This however turned into short-term measure. 10 years later, Napoleon reintroduced slavery. എന്നാൽ
നാഷണൽ അസംബ്ലി 1794 എല്ലാ സ്ലേവ്സിനെയും മോചിപ്പിച്ചു. എന്നാൽ ഇത് ഒരു 10 വർഷത്തേക്ക് നീണ്ടു നിന്നുള്ളൂ. 10 years later, 10 വർഷത്തിന് ശേഷം നെപ്പോളിയൻ came in France. നെപ്പോളിയനാണ് ഫ്രാൻസിൽ എത്തിച്ചേരുകയും he reintroduced slavery. അദ്ദേഹം വീണ്ടും സ്ലേവറി നടപ്പാക്കുകയും ചെയ്തിരുന്നു. Plantation owners understood their freedom as including the right to enslave African Negroes. എന്നാൽ പ്ലാന്റേഷൻ ഓണേഴ്സ് മനസ്സിലാക്കിയിരുന്നു, അണ്ടർസ്റ്റുഡ് their freedom. അവരുടെ ഫ്രീഡം എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന സ്ലേവ്സിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻ pursuit of their economic interest, സാമ്പത്തിക പുരോഗതിയെക്കാളും കൂടുതലായിട്ട് സ്ലേവ്സിനെ മോചിപ്പിക്കുക. പ്ലാന്റേഷൻ ഓണേഴ്സ് അണ്ടർസ്റ്റുഡ് the freedom as including the right to enslave African Negroes. ആഫ്രിക്കൻ നീഗ്രോസിനെ ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ മോചിപ്പിക്കണം, കോളനീസിൽ നിന്ന് മോചിപ്പിക്കണം. ആഫ്രിക്കൻ നീഗ്രോ മീൻസ് inhabitants of Africa, inhabitants people of Africa. ആഫ്രിക്കയിലെ കോമൺ ജനങ്ങളെയാണ് നീഗ്രോസ് എന്ന് വിളിക്കുന്നത്. It is located in south of Sahara. സഹാറയുടെ സദേൺ സൈഡിലായിട്ടാണ് ഇവര് കാണപ്പെടുന്നത്. Finally, it was abolished in French colonies in 1848. 1848 നാഷണൽ അസംബ്ലി ഇത് അവസാനിപ്പിച്ചു. സ്ലേവ് ട്രേഡ് എന്ന ആ കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാക്കി. അതോടൊപ്പം തന്നെ അബോളിഷൻ ഓഫ് സ്ലേവറി, അടിമത്വവും ഇല്ലാതാക്കി. When did slavery finally abolished in French colonies? 1848. What was the most important revolutionary reforms of Jacobin regime? Abolition of slavery. The important French colonies in Caribbean are Martinique, Guadeloupe and San Domingo. They supplies of important commodities like tobacco, indigo, sugar and coffee. What was the condition of slave trade in that countries? What was the condition? The slave trade began in 17th century. Triangular slave trade introduced by Europe, Africa and America. French merchants sailed from ports of Bordeaux and Nantes to the African coast, where they bought slaves from local chieftains. Banded and shackled, the slaves were packed tightly into ships for 3 months long voyages across the Atlantic to the Caribbean, where they were sold to plantation owners. These are the conditions affected by the slaves. I hope you understood this concept. Thank you, children. Thank you so much.